ഇന്നിപ്പോൾ വീണ്ടും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെയും ഈ സമയത്തോടുകൂടി മഴയ്ക്കല്പം ശമനമുണ്ടായിരുന്നുവെങ്കിൽ പോലും രാത്രിയോടെ മഴ ശക്തമാകുന്ന സാഹചര്യമായിരുന്നു. വീണ്ടും ഡാമുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം വന്നു. സ്വാഭാവികമായും ആറന്മുളയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് ദൃശ്യങ്ങളിൽ നിന്നുൾപ്പെടെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകളാണോ ആ ദൃശ്യങ്ങളിലുള്ളത്? അതെ, തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ആളുകളും മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് NDRF പ്രവർത്തകരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ വള്ളങ്ങൾ കാണാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനും അല്ലാതെയുമായി ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. ഇപ്പോൾ ഈ വള്ളത്തിൽ കാണാൻ സാധിക്കും വെള്ളമായിട്ട് പോവുകയാണ്. ആ പ്രദേശങ്ങളിൽ നിരവധി ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് അവരോടൊന്ന് സംസാരിച്ച് നോക്കാം. ചേട്ടാ, അങ്ങോട്ട് അവിടെ ആളുകൾ ഇനിയുണ്ടോ? കുറച്ച് പേരേ ഉള്ളൂ. വീടുകളിൽ കഴിയുന്നവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോകാം. വെള്ളം കൊടുക്കും. അവരിങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഇല്ല, അവിടെ നിന്നോളൂ, വീടിൻ്റെ മണ്ടയ്ക്ക് നിന്നോളൂ. അപ്പോൾ അത്യാവശ്യം കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. അത്യാവശ്യം വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു. അത് എത്തിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അനീഷ, ഇത് പറയുന്ന പോലെ തന്നെ ചില ആളുകൾ, കുറച്ച് ആളുകൾ ആ പ്രദേശങ്ങളിലുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, തങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എത്തിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് വെള്ളവുമായി പോവുകയാണ്, വള്ളത്തിൽ പോവുകയാണ്. അതായത് നിരവധി ആളുകൾ ഇനിയും ആ പ്രദേശത്തുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിരവധി പ്രവർത്തകർ സഹായവുമായി ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എങ്കിലും ജനപ്രതിനിധികൾ പറയുന്നത് പോലെ തന്നെ പരമാവധി ആളുകൾ എല്ലാവരും ഈ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറുന്നതാണ് ഉചിതമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതാണ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. മാറി താമസിക്കണമെന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഒരുപക്ഷെ ഇത്തരത്തിൽ വീണ്ടും വെള്ളം കൂടുകയാണെങ്കിൽ നേരത്തെ മന്ത്രിമാരുടെയൊക്കെ പ്രതികരണങ്ങൾ കണ്ടിരുന്നത് പക്ഷേ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായിരിക്കും. ഏതായാലും അതിനൊന്നും നിൽക്കാതെ ആളുകൾ, അധികൃതർ നിർദ്ദേശിക്കുകയാണ് മാറി താമസിക്കാമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. മാർട്ടിനാണ് ആറന്മുളയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയതിന്.